ഒഴുക്കെന്നോ നിലച്ച മേലേക്കടവ് തോടിന്റെ നനവ് ഒപ്പിയെടുക്കുകയാണ് മേലെ ഭൂതയാറുകാർ. കൊടും വേനലിൽ അവശേഷിക്കുന്ന നീരുറവയിൽ നിന്നും ദാഹമകറ്റാനുള്ള ശ്രമത്തിലാണവർ. ഉറവയുള്ള തോട്ടിൽ സ്വന്തം നിലയിൽ പൈപ്പുകളിട്ട് ഓരോ തുള്ളിയും സംഭരിക്കാൻ ഇവർ മണിക്കൂറുകളാണ് ചെലവിടുന്നത്. ഒടുവിൽ ഒരു വീട്ടിലേക്ക് കിട്ടുന്നത് ഒരു കുടം, ഏറിയാൽ രണ്ട്. നീരടിയാൻ ബുദ്ധിമുട്ട്, കുടിക്കാൻ ബുദ്ധിമുട്ട്. രണ്ട് കൂടെ കിടക്കും. പാലൂരിൽ നിന്നും 5 കിലോമീറ്റർ ഉള്ളിലാണ് മേലെ ഭൂതയാർ. കുടിവെള്ള പൈപ്പുകൾ എത്തിച്ചേർന്നിട്ടില്ലാത്ത കുറുമ്പ ഊര്. സഞ്ചാരയോഗ്യമായ റോഡില്ലാത്തത് കാരണം വാഹനത്തിൽ പുറത്തുനിന്നും വെള്ളം എത്തിക്കാനാകില്ല. ചുരുക്കത്തിൽ ഇവിടുത്തെ 30 വീടുകളിലായി കഴിയുന്ന കുട്ടികളടക്കം 100-ലധികം പേർക്ക് തൊണ്ട നനയ്ക്കാൻ മാത്രമാണ് വെള്ളം കിട്ടുക. ഒരു ദിവസം 2 കൂട 3 കൂട കിട്ടും. അത് രാവിലെ വന്നാൽ 1 മണിക്ക് 2 മണിക്ക് ഇത്ര സമയമാവും. അത്രയത്തെ വെള്ളം കിട്ടും. പിന്നെ കുളിക്കാൻ ഇവിടെ വരണം, വെള്ളം കൊണ്ടുപോകാനും ഇവിടുന്ന് വരണം. കുളിയും തുണികഴുകലും എല്ലാം ഉപേക്ഷിച്ച് ഗുരുതരക്ഷാമത്തിന് നടുവിൽ വീർപ്പുമുട്ടുകയാണ് ആദിവാസികൾ. ഒരു കുടം വെള്ളം ശേഖരിക്കാനുള്ള മേലെ ഭൂതയാറുകാരുടെ ദുരിതം ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ദിവസങ്ങളായി ഇവർ നേരിടുന്ന ദുരിതത്തിന് പരിഹാരം കാണുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ ബാധ്യതകളിലൊന്ന്. ക്യാമറമാൻ മനോജ് പുതുപ്പാടിക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.